ഷിരൂരിലെ രക്ഷാദൗത്യം നിർണായകമായ ഘട്ടത്തിൽ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരായ ഈശ്വർ മാൽപ്പയുടെ സംഘമാണ് പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തുന്നത്. സ്പോട്ട് ഫോറിലാണ് പരിശോധന നടക്കുന്നത്. നദിയിലെ അടിയൊഴുക്കും ശക്തമാണ്. ഇവർക്ക് സുരക്ഷയൊരുക്കാൻ നാവികസേന ഒപ്പമുണ്ട്. കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകളും പ്രദേശത്തേക്ക് എത്തിക്കാനാണ് തീരുമാനം. ഇവരുകളുമായി ഷിരൂരിൽ നിന്നും അരുൺ ആലത്തൂരുമൊപ്പം ആനന്ദ് പുതൂരും ചേരുകയാണ്. ആദ്യം അരുണിലേക്ക്. അരുൺ, പ്രാദേശിക മുങ്ങൽ വിദഗ്ധരാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഴങ്ങളിൽ ഇറങ്ങിയുള്ള മുങ്ങൽ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്? ഒപ്പം മറ്റു വിശദാംശങ്ങളും. സുരേഷ്, ഇന്ന് രാവിലെ ഒരു 10 മണിയോടുകൂടെയാണ് ഉടുപ്പിയിൽ നിന്നുള്ള ഈശ്വർ മൽപ്പെ എന്ന മത്സ്യത്തൊഴിലാളിയുടെ നേതൃത്വത്തിൽ 8 അംഗ സംഘം ഷിരൂരിലെ ഈ അപകട സ്ഥലത്തേക്ക് എത്തിയത്. ശേഷം അവർ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികളോട് ഇനി എന്താണ് ഈ വിഷയത്തിൽ തങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആ ഒരു ഗംഗാവലി പുഴയുടെ കരയിൽ നിന്ന് കാണിച്ചു കൊടുത്തു. മണ്ണിൽ വരച്ചുൾപ്പെടെയാണ് അവർ എന്തൊക്കെയാണ് ഇനി തങ്ങളുടെ മുന്നിലുള്ള പ്ലാൻ എന്നുള്ളത് കാണിച്ചു കൊടുത്തത്. അതിനുശേഷം അത് കൃത്യമായി തന്നെ നേവി ഉദ്യോഗസ്ഥരെയും ഒക്കെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. അതിനുശേഷം ഇവർ അവിടെ ഈ ഒരു ഏത് തരത്തിലുള്ള രക്ഷാ ദൗത്യമാണ് നടത്തിയത് എന്ന് ചോദിച്ചാൽ ഈ ഒരു ഈശ്വർ മൽപ്പെ താൻ ഈ ഒരു പുഴയിലേക്ക് ഇത്തരത്തിൽ കുത്തിയൊലിക്കുന്ന പുഴയിലേക്ക് 6.5 നോട്ട് വരെ ഒഴുക്കുള്ള ഈ പുഴയിലേക്ക് ഇറങ്ങാൻ താൻ തയ്യാറാണെന്ന് സ്വയം സന്നദ്ധത അറിയിക്കുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കുറേ ആങ്കറുകൾ ഘടിപ്പിക്കുകയായിരുന്നു. അതായത് കുറേ കയറുകൾ കെട്ടി അതിൻ്റെ ആങ്കറുകൾ വിവിധ ഭാഗങ്ങളിലായി ഘടിപ്പിക്കുകയായിരുന്നു. അത് ഒരു JCBയിലും അതുപോലെ അവിടെയുള്ള മത്സ്യപ്രവർത്തകരുടെ തന്നെ ബോട്ടുകളിലും അതുപോലെ നേവി സംഘത്തിൻ്റെ ബോട്ടുകളിൽ അങ്ങനെ ഒരു 4ഓളം കയറുകളാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കെട്ടിയിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ പുഴയിലേക്ക് ഡൈവ് ചെയ്തത്. ഉച്ചയ്ക്ക് മുൻപ് 3 തവണ അദ്ദേഹം ഡൈവ് ചെയ്തു. ആ 3 തവണ ഡൈവ് ചെയ്തപ്പോൾ 2 തവണയും പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ 3ാമത്തെ തവണ ഡൈവ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ മേലെ കെട്ടിയിരുന്ന കയറ് അറ്റുപോവുകയും പിന്നീട് അദ്ദേഹം ഒഴുക്കിൽപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം ഒഴുക്കുണ്ട് അവിടെ എന്നുള്ളതാണ്. ഈ അനുഭവ സമ്പത്തുമായി ഇറങ്ങിയ മത്സ്യത്തൊഴിലാളികൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒഴുക്ക് ഈ ഗംഗാവലി പുഴയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതായിരുന്നു ആ 3ാമത്തെ തവണ ദൗത്യം. അദ്ദേഹം തന്നെ ഒഴുക്കിൽപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. പിന്നീട് നേവി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ബോട്ടിൽ രക്ഷിച്ച് കൊണ്ടുവരികയായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഒരു ഉച്ചയ്ക്ക് ഒരു ലഞ്ച് ബ്രേക്ക് എടുത്തു. ഇപ്പോൾ വീണ്ടും ദൗത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോഴും ആ മത്സ്യത്തൊഴിലാളികൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. തങ്ങൾക്കിത് സാധിക്കുമെന്നുള്ളതാണ് അവർ പറയുന്നത്. നേരത്തെ 1000ഓളം തവണ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തങ്ങൾ ചെയ്തിട്ടുണ്ട്. പുഴയിൽ മുങ്ങി ജീവനോടെയും ജീവനില്ലാതെയും എല്ലാം ആളുകളെ കരയ്ക്ക് എത്തിച്ച അനുഭവ സമ്പത്ത് തങ്ങൾക്കുണ്ട്. അതിൽ ഈ പുഴ കലങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പുഴയ്ക്കകത്ത് പോകുമ്പോൾ കാഴ്ച സാധിക്കുന്നില്ല. ഈ കർണാടകയിലെ ഭൂപ്രകൃതിയിൽ ഇവിടുത്തെ മണ്ണ് നല്ല ചുവന്ന മണ്ണായതുകൊണ്ട് തന്നെ വെള്ളത്തിൽ അതൊരു കലങ്ങിയ ചുവന്ന കളറിലുള്ള വെള്ളമാണ് പുഴകളിലൂടെ വരുന്നത്. ആ ചുവന്ന കളറിലുള്ള വെള്ളം ഉള്ളിൽ കാഴ്ച ഒരിക്കലും സാധ്യമാവുന്നില്ല എന്നുള്ളതാണ് ഒരു വെല്ലുവിളിയായിട്ടുള്ളത്. അതേസമയം തന്നെ ഒഴുക്ക് ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന സ്ഥിതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒഴുക്ക് ശക്തമായ രീതിയിലുണ്ട്. അത് കഴിഞ്ഞ ദിവസം നേവി രേഖപ്പെടുത്തിയിരിക്കുന്നത് 6.5 നോട്ട് വരെയാണ്. ഇത്തരത്തിലുള്ള ഒഴുക്കിലൊക്കെ പ്രവർത്തിച്ച് തങ്ങൾക്ക് പരിചയമുണ്ട് എന്നുള്ളതാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചത്. അങ്ങനെയാണ് ഇതിനൊരു അനുമതി ലഭിച്ചതും. അങ്ങനെ ഈ അവരുടെ കൂടെ ഒരു സാധ്യത അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ മത്സ്യത്തൊഴിലാളികളും കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകളും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമാകാനാണ് സാധ്യത, അല്ലേ? സുരേഷ്, ഇന്ന് തന്നെ കൂടുതൽ ഈ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ അവിടേക്ക് എത്തിച്ചിരുന്നു. കൂടാതെ കുറച്ചധികം മുളയും എത്തിച്ചു. എന്തിനാണ് ഈ മുള എന്നുള്ളത് ഇവർ പറഞ്ഞിട്ടില്ല. അതായത് ഏതെങ്കിലും തരത്തിൽ വെള്ളത്തിലിറങ്ങി കുത്തി നോക്കി എങ്ങനെയെങ്കിലും അവരുടേതായ തനതായ ശൈലിയിൽ രക്ഷാദൗത്യം നടത്തുന്നതിനാണോ ഇത് എന്നുള്ളതിലൊരു വ്യക്തതയില്ല. ഏതായാലും ആ രക്ഷാദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 തവണ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്ത ഈശ്വര മൽപ്പെ ഇപ്പോൾ 4ാം തവണയും വെള്ളത്തിലേക്ക് ചാടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അത്തരം പ്രവർത്തികളാണ് ഇപ്പോൾ ഈ ഗംഗാവലി
പുഴയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ദൗത്യ സംഘത്തിന് ഈ മത്സ്യത്തൊഴിലാളികൾക്കെങ്കിലും ഇതിന് സാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, അവർക്ക് കൃത്യമായി ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു നൽകിയും അവർക്ക് ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടാവാത്ത തരത്തിൽ അവർക്ക് അവരോടൊപ്പം തന്നെ ഈ നാവികസേനയും മറ്റ് സേനാ അംഗങ്ങളും ഒക്കെ ദൗത്യസംഘം മുഴുവൻ അവർക്ക് അനുകൂലമായി അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഒപ്പം തന്നെ അവരുടെ സുരക്ഷ കൂടി മുൻകൈ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത് ആ ഒരു സുരക്ഷയെ ഒരിക്കലും ബാധിക്കാത്ത തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ദൗത്യം അതിൽ ഇത്രയും കുത്തിയൊഴിക്കുന്ന പുഴയിൽ ഈ ഒരു 4ാം തവണയും അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ സാധ്യമാവുന്ന തരത്തിൽ ഈ പരിശോധന നടത്തും എന്നുള്ളതാണ് ഈശ്വര മൽപ്പെ പറയുന്നത്. ആ സാധ്യമാവുന്ന തരത്തിലുള്ള ആ ശ്രമത്തിനൊടുവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലീഡിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ഇരുമ്പ് ഭാഗം, അതായത് സ്പോട്ട് 4ലാണ് ഈ ഇപ്പോഴുള്ള മുങ്ങലും ഈ ഈശ്വര മൽപ്പയുടെ പരിശോധനയും ഒക്കെ പുരോഗമിക്കുന്നത് സ്പോട്ട് 4ലാണ്. ഈ സ്പോട്ട് 4ലാണ് ശക്തമായ ലോഹ സാന്നിധ്യം നേരത്തെ ഡ്രോൺ പരിശോധനയിലാണെങ്കിലും റഡാർ പരിശോധനയിലാണെങ്കിലും സോണാർ പരിശോധനയിലാണെങ്കിലും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത് ഈ സ്പോട്ട് 4ലാണ്. ആ സ്പോട്ട് 4ലേക്ക് മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷം ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ആ ഒരു ഏതെങ്കിലും തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ എത്താൻ കഴിയുകയാണെങ്കിൽ അത് കൃത്യമായി തന്നെ അർജുൻ്റെ ലോറിയുടെ ക്യാബിൻ്റെ ഭാഗത്തേക്ക് എത്തി അവിടെ ഒരു പരിശോധന നടത്താൻ കഴിയുകയാണെങ്കിൽ അത് ഇത്രയും ദിവസത്തെ 12 ദിവസം നീണ്ടുനിന്ന ഈ രക്ഷാദൗത്യത്തിലെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റിലേക്കും ഒപ്പം തന്നെ അതൊരു വഴിത്തിരിവായി മാറും എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോഴേതായാലും ആ ശ്രമം ഗംഗാവരി പുഴയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ മഴയൊന്നും പെയ്തിട്ടില്ല. 1-2 തവണ മാത്രമേ ഇതുവരെ മഴ പെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴും ഒന്ന് കാറ് മൂടി, കഴിഞ്ഞ ഒരു മണിക്കൂർ മുൻപ് വരെ നല്ല വെയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒന്ന് ആകാശം കാറ് മൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വീണ്ടും കനത്ത മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ അത് രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാവും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ്. പെട്ടെന്നാണ് ഇവിടെ വെയിൽ വരിക, പെട്ടെന്നാണ് കാറ് കൂടി നല്ല കനത്ത മഴയും കാറ്റും ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല. നിലവിൽ ഏതായാലും ഈ രക്ഷാദൗത്യം പുരോഗമിക്കുമ്പോൾ അതിൽ ഏവരും ഉറ്റുനോക്കുന്നത് വലിയ പ്രതീക്ഷയോടെ ദൗത്യസംഘം മുഴുവൻ കാണുന്നത് ഈശ്വര മൽപ്പേന ആ ഒരു മത്സ്യത്തൊഴിലാളിയിലാണ്. ആ മത്സ്യത്തൊഴിലാളിയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘത്തിലാണ് ഈ നിമിഷം വലിയ പ്രതീക്ഷയോടെ എല്ലാവരും നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിൽ ഇതിൽ സാധ്യമാവുകയോ എന്നുള്ളതാണ്. അഥവാ ഇനി ഈ ഈശ്വര മൽപ്പയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് സാധ്യമായില്ല എങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന രീതിയിൽ മറ്റ് സാധ്യതകളും ഈ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ നാവികസേനയും ഒക്കെ തേടുന്നുണ്ട്. അത് പോണ്ടൂൺ പ്ലോട്ടിംഗ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. അതിനുവേണ്ടി പോണ്ടൂണുകളൊക്കെ ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അത് അസംബിൾ ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദഗ്ധരോ മറ്റോ ഇല്ലാത്തതാണ് നിലവിൽ ആ പോണ്ടൂൺ പ്ലോട്ടിംഗ് ഇന്ന് നടക്കാതിരിക്കാൻ കാരണം. പക്ഷേ അടുത്ത ദിവസം തന്നെ, അതായത് രാജസ്ഥാനിൽ നിന്ന് ഇതിൻ്റെ വിദഗ്ധരായ ആളുകൾ എത്തുന്നുണ്ട്. അവർ ഇന്ന് രാത്രിയോടുകൂടെ എത്തിച്ചേരും എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഈ പോണ്ടൂൺ പ്ലോട്ടിംഗ് ഉൾപ്പെടെയുള്ള സാധ്യതകളും തേടും. അങ്ങനെ ഏത് തരത്തിലും ആ രക്ഷാദൗത്യത്തിൻ്റെ അവസാന ശ്രമങ്ങളും നടത്തും എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടവും മറ്റുമൊക്കെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ആ ഒരു രക്ഷാദൗത്യം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഇന്നത്തെ പ്രതീക്ഷ അത് ഈ മത്സ്യത്തൊഴിലാളികളായ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ഈശ്വരൻ്റെ നേതൃത്വത്തിലുള്ള ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണിപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഈ പരിശോധനയിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. ഈശ്വർ മാൽപ്പയുടെ സംഘത്തെ സഹായിക്കാൻ കൂടുതൽ മത്സ്യബന്ധന തൊഴിലാളികളും മത്സ്യ ബോട്ടുകളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.